ഹലോ, നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. നന്നായി പഴുത്ത തൊലി കളഞ്ഞ ചെറിയ മാങ്ങ 6 എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അല്പം കറിവേപ്പിലയും 1/4 ടീസ്പൂൺ വീതം ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുന്നതിനായി 1/2 കപ്പ് ചിരകിയ തേങ്ങ, വളരെ കുറച്ചളവിൽ മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും 2 ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മാങ്ങ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും മാങ്ങ നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. പച്ചമുളകൊക്കെ നന്നായി വെന്ത് അതിൻ്റെ എരിവൊക്കെ മാങ്ങയിലേക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. മാങ്ങ നന്നായി വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അല്പം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.